ഇടിവിൻ്റെ പൂർവ്വചരിത്രം ഐതിഹ്യങ്ങളുമായി കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്നു. ഇവയിൽ പ്രധാനം നരസിംഹാവതാരവുമായി ബന്ധപ്പെട്ടതാണ്. ഹിരണ്യസംഹാരത്തിനായി പുറപ്പെട്ട നരസിംഹമൂർത്തി രൂപം കണ്ട് ഭയപ്പെട്ട് അഷ്ടദിക്പാലകർ ഓടിയൊളിച്ചെങ്കിലും അഗ്നി മാത്രം ഹിരണ്യൻ്റെ കോട്ടവാതിൽക്കൽ നിലയുറപ്പിച്ചു. നരസിംഹമൂർത്തി അഗ്നിയിൽ ഹിരണ്യനെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ സംഭവമാണ് വിഷ്ണുമൂർത്തി തീയിൽ ചാടുന്ന ചടങ്ങായി പിന്നീട് രൂപാന്തരപ്പെട്ടത്. ഈ സംഭവം ഹിരണ്യൻ്റെ കോട്ടയുടെ അടുത്ത് വെച്ചാകൊണ്ട് കോട്ടയുടെ പ്രതീകമായി ഈ ഇടി നിർമ്മിക്കപ്പെട്ടതാകാം. നീലവനമഠത്തിൻ്റെ കയ്യാലക്ക് തൊട്ടപ്പുറത്ത് കുത്തുംപുറത്തിൻ്റെ മുന്നിലായി ഇടി നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഇടിവിൻ്റെ മുകളിൽ ഒരു നാട്ട കുത്തി നിർത്തും. അതിൻ്റെ അറ്റത്ത് കയർ കെട്ടി ഞാത്തും. ഈ ഞാത്തിൻ്റെ അറ്റത്ത് വന്നങ്ങത്തോടും ചകരിയും കളഞ്ഞ് വെള്ളം കളയാതെ കെട്ടിത്തൂക്കിയിരിക്കും. ഇടിവിൻ്റെ 2-3 വാര ദൂരെ ചെറുപ്പക്കാരെല്ലാം വൈകുന്നേരങ്ങളിൽ വന്നെത്തും. എന്നിട്ട് ഈർക്കിൽ തലയെത്തി കൂർപ്പിച്ച് ശരം ഉണ്ടാക്കും. മുളന്തണ്ടാണ് വില്ലായി ഉപയോഗിക്കുക. ഈ മുണ്ടയുടെ നാര് കെട്ടി വന്നങ്ങയെ ലക്ഷ്യമാക്കി ശരമെയ്യും. ആരുടെ ശരമാണോ വന്നങ്ങയിൽ കൊള്ളുന്നത് അവർക്ക് ചെവി രണ്ടും പൊത്തി ഇടിവിൽ ചെന്ന് അതുവരെ എയ്ത ശരമെല്ലാം പെറുക്കിയെടുക്കാം. അവസാനം എയ്ത് കൊള്ളിക്കുന്ന ആൾക്കാണ് വന്നങ്ങ. ചിങ്ങമാസം വൈകുന്നേരങ്ങളിൽ ഇതാണ് പ്രധാന ചടങ്ങ്. ആയുധവിദ്യ അഭ്യസിപ്പിക്കാൻ അന്നത്തെ കാരണവർ കണ്ടുപിടിച്ച വഴിയാണ് ഇതെന്നും പറഞ്ഞു കേൾക്കുന്നു.